നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഉണ്ടായ ഒരു പാവം ഗർഭിണിയായ ആനയുടെ ദാരുണ അന്ത്യമാണ് അതിന് കാരണം. വിശന്നു വലഞ്ഞ് നടന്ന ഗർഭിണിയായ ഒരു ആനയ്ക്ക് മധുരമുറുന്ന പൈനാപ്പിൾ കിട്ടിയപ്പോൾ അത് വളരെ സന്തോഷത്തോടെ ആർത്തിയോടെ കഴിച്ചു. എന്നാൽ മനുഷ്യൻ്റെ കൊടും ക്രൂരത അതിനകത്ത് വെടിമരുന്ന് നിറച്ചിരുന്നു. അതിൻ്റെ ഫലമായി ആനയ്ക്ക് നാവ് പൂർണ്ണമായും വായ ഭാഗികമായും ചിന്നിച്ചിതറുന്ന അവസ്ഥയുണ്ടായി. ഭക്ഷണം കഴിക്കവയ്യാതെ വിശപ്പ് കടിച്ചമർത്തി തൻ്റെ ഉദരത്തിലെ കുഞ്ഞുമായി ആ ആന ആഴ്ചകളോളം നടന്നു. വേദന കടിച്ചമർത്തി നടക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ ആന ഉണ്ടാക്കിയില്ല. മനുഷ്യൻ്റെ ക്രൂരതയുടെ ഫലമായി ഒടുവിൽ ആന മരണത്തിന് കീഴടങ്ങുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. അതിൽ ആന ഗർഭിണിയായിരുന്നു എന്നറിയുന്നു. പിന്നീട് നവമാധ്യമങ്ങളിൽ തുടങ്ങി ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും വരെ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഇതിനിടയിൽ 2 ആഴ്ചകൾക്കൊടുവിൽ ആനയുടെ ആരോഗ്യനില പൂർണ്ണമായും നശിച്ച ശേഷം കോന്നി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കുങ്കിയാനകളെ ഇറക്കിക്കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയത് വെറും പ്രഹസന നാടകമല്ലേ എന്ന് ചോദിക്കാതെ വയ്യ. എന്നാൽ അതല്ല വിഷയം. അമ്മയെ തല്ലിയാലും 2 ഭാഗം പറയാൻ ആളുകളുണ്ട് എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കി ഇവിടെ ആനയ്ക്ക് വെടിമരുന്ന് നിറച്ച പൈനാപ്പിൾ കൊടുത്തവരെയും ന്യായീകരിക്കാൻ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ ന്യായീകരണം ഇങ്ങനെയാണ്: മലയോര മേഖലകളിൽ കൃഷി ചെയ്യുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ശല്യം ധാരാളം ഉണ്ടാവാറുണ്ട്. അവിടെ തങ്ങൾക്ക് തങ്ങളുടെ വിളവ് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നാണ് അവരുടെ ന്യായീകരണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ആരാണ് കൃഷിക്കാർ? ഇവിടെ പറമ്പിക്കുളത്തും നെല്ലിയാമ്പതിയിലും അല്ലെങ്കിൽ സൈലൻറ്റ് വാലി അട്ടപ്പാടിയിലും വരെ കൃഷിക്കാരുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അട്ടപ്പാടിയെ വിറപ്പിച്ചൊരു കൊമ്പനുണ്ടായിരുന്നു. പീലാണ്ടി എന്നാണ് അവൻ്റെ പേര്. പീലാണ്ടി എന്ന ആ കാട്ടുകൊമ്പൻ അവൻ കാർഷിക മേഖലകളിൽ മുഴുവൻ നാശം വിതറി. കൃഷിയിടങ്ങളിൽ മുഴുവൻ അവൻ താണ്ഡവമാടി. അവനെടുത്ത ജീവനുകളുടെ എണ്ണം വിരലിലെണ്ണാവുന്നതിലും അപ്പുറമായി. എന്നിട്ടും അവിടുത്തെ കർഷകർ അവനെ ഉപദ്രവിച്ചില്ല, കൊല്ലാൻ ശ്രമിച്ചില്ല. ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അവൻ്റെയും ആ നാട്ടുകാരുടെയും നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അത്. അവൻ്റെ തേരോട്ടം നിയന്ത്രണങ്ങൾക്കതീതമായപ്പോൾ കുങ്കിയാനകളുടെ സഹായത്തോടെ തന്നെ അവനെ പിടികൂടി കോടനാടെത്തിച്ചു, ചട്ടം പഠിപ്പിച്ചു. ഇന്ന് അവൻ പീലാണ്ടിയല്ല, കോടനാട് ചന്ദ്രശേഖരനാണ്. അട്ടപ്പാടിയിലെ ജനങ്ങൾക്ക് ഇന്നും അവനോട് യാതൊരു വെറുപ്പുമില്ല, വിദ്വേഷവുമില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അട്ടപ്പാടിയിൽ നിന്നും അവനെ ഒരു ദൈവമായി കണ്ട് അവനുള്ള കാഴ്ചക്കുലകളുമായി കഴിയുമ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും കോടനാട് ചെന്ന് അവന് കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്ന കാഴ്ച. ഇവരാണ് യഥാർത്ഥ കർഷകർ, ഇവരാണ് ദൈവതുല്യർ. ഇതുപോലെ തന്നെയാണ് നെല്ലിയാമ്പതിയിലെയും പറമ്പിക്കുളത്തെയും കർഷകരുടെ കാര്യങ്ങളും. എന്നാൽ ഈ പ്രവൃത്തി ചെയ്തവർ ഇവർ കർഷകരല്ല, കുടിയേറ്റത്തിൻ്റെ മാഫിയകളാണ്. വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഭൂമികൾ കയ്യേറുക, എന്നിട്ട് സ്വന്തമാക്കി വയ്ക്കുക എന്ന സ്വാർത്ഥ ചിന്തകൾ തന്നെയാണ് ഇത്തരക്കാരെ ഇത്തരം പ്രവൃത്തിയിൽ കൊണ്ടെത്തിക്കുന്നത്. ആദ്യം ഇവർ ചെറുകിട കൃഷികൾ ചെയ്യില്ല, ചെയ്യിക്കും. പിന്നീട് ഇത് പാട്ടത്തിന് കൊടുത്ത് കൃഷി ചെയ്യിക്കും. അത് കഴിഞ്ഞ് ഒരു വിഭാഗം അവിടെ റബ്ബർ വയ്ക്കാറുണ്ട്, മറ്റൊരു വിഭാഗം അവിടെ റിസോർട്ടുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ പടുത്തുയർത്തും. ഈ രീതി തന്നെയാണ് മൂന്നാറിലും വയനാടും പാലക്കാടും എല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാടുകൾ മാത്രമല്ല ഇത്തരം ഭൂമാഫിയകൾ കയ്യേറുന്നത്, കാടും മലയും പുഴയും കയ്യേറും. എന്തിനേറെ പറയുന്നു, കടലും കായലും വരെ കയ്യേറുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലും തന്നെയുണ്ട്.
തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പണത്തിനാഗ്രഹിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം ചിന്തിക്കണം. മനുഷ്യൻ്റെ മാത്രം സ്വത്തല്ല ഭൂമി എന്നുള്ളത്. വന്യമൃഗങ്ങൾ ഒരിക്കലും മനുഷ്യനെ തേടി മനുഷ്യവാസം ആഗ്രഹിച്ച് വരാറില്ല. അവൻ്റെ വാസസ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലത്ത് നാമാണ് കയറി ചെല്ലുന്നത്. അവിടെ നമ്മളാണ് ആധിപത്യം സ്ഥാപിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്നും അവനെ തുരത്തുന്നു. നിങ്ങളുടെ വീട്ടിൽ മറ്റൊരാൾ കയറി നിങ്ങളെ ആട്ടിപ്പുറത്താക്കുന്നതിന് സമം തന്നെയാണ്. ഈ വിഷയം ഞാൻ ചില ഗ്രൂപ്പുകളിൽ സൂചിപ്പിച്ചപ്പോൾ അവരിൽ പലരും എനിക്കെതിരെ ശബ്ദമുയർത്തി. എന്നാൽ ഇനിയുള്ള വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം കാണുക. ഈ കാണുന്ന മരങ്ങൾ കാട്ടിലെ വൃക്ഷങ്ങളല്ല, ഇത് വെച്ച് പിടിപ്പിച്ച റബ്ബർ മരങ്ങളാണ്. ആന നിൽക്കുന്നതാകട്ടെ പുഴയിലും. റബ്ബർ മരങ്ങളാണ് എന്ന് വ്യക്തമാണ്. ഇനി ഈ കുങ്കിയാനകൾ ഇറങ്ങി വരുന്നതോ റബ്ബർ എസ്റ്റേറ്റിന് നടുവിലൂടെയാണ്. അതിൽ കരണ്ട് കമ്പിയും വെച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആനയെ ഇറക്കുന്നത് എവിടെയാണ്? പുഴയിൽ നിന്ന്. എന്നാൽ ആ പുഴയിൽ ഈ കമ്പി, ആ പച്ച ഷർട്ടിട്ട പയ്യൻ്റെ തൊട്ട് മുന്നിൽ കാണുന്നത് കരണ്ട് കമ്പിയാണ്. അതിന് മുകളിൽ, ആ പുഴയ്ക്ക് തൊട്ട് മുകളിൽ കാണുന്നതെല്ലാം റബ്ബർ മരങ്ങളാണ്. ഇതിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കമ്പിവേലി കെട്ടിയിരിക്കുന്നത് വ്യക്തമായിട്ട് കാണാം. ഇത് ഫോറസ്റ്റുകാർ കെട്ടിയ കമ്പിവേലി അല്ല. അപ്പോൾ പുഴ വരെ വളച്ചു കെട്ടിയിരിക്കുന്നു എന്നതാണ് സത്യം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിൽ എന്ത് കൃഷിക്ക് നാശം വരുത്തുന്നു എന്ന പേരിലാണ് നിങ്ങൾ ഈ ക്രൂരത ഈ പാവം മൃഗത്തോട് ചെയ്തത്? ഇത് ആരെയെങ്കിലും ഉപദ്രവിച്ചോ? ഇല്ല. ആരെയെങ്കിലും കൊന്നോ? ഇല്ല. പിന്നെ എന്തിനാണ് പാപികളെ ഈ ക്രൂരത? കർഷകർ ദൈവതുല്യർ തന്നെയാണ്, അതിൽ യാതൊരു തര സംശയവുമില്ല. എന്നാൽ കർഷകരുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ കർഷകരുടെ വേഷമണിഞ്ഞ് ചെകുത്താന്മാരാണ് നടക്കുന്നത്. അത് അനുവദിച്ചു കൊടുക്കാനാവില്ല. മറ്റൊരു സത്യം കൂടി പറയാം. ഈ വർഷം, അതായത് 2020 ഈ തരത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ആനയാണിത്. ആദ്യത്തേത് എന്തുകൊണ്ടോ ഗർഭിണിയല്ലാത്തത് കൊണ്ടാവാം സമൂഹ ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല. എന്നാൽ ആനപ്രേമികളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിരിക്കാം ഈയൊരു കേസ് ദേശീയ തലത്തിലല്ല അന്തർദേശീയ തലത്തിൽ ചർച്ചാ വിഷയമായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വർഷത്തെ ഏപ്രിൽ മാസത്തിലായിരുന്നു സമാന രീതിയിൽ ഒരു കാട്ടാന ചരിയുന്നത്. 2019 കണക്കല്ല ഞാൻ ഈ പറയുന്നത്, 2020 കണക്കാണ്. ഇത് രണ്ടാമത്തേത്. ഇനി എത്ര ആനകളുണ്ട് ചരിയാൻ അറിയില്ല. ഇത്തരം വൻകിട കയ്യേറ്റക്കാർക്ക് സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്നതാണ് വളരെ വേദനാജനകമായ കാര്യം. അതിന് തെളിവ് പലയിടങ്ങളിലും സർക്കാർ നിലപാടുകളിലൂടെ നമുക്ക് വ്യക്തമായതാണ്. മൂന്നാറിലും എറണാകുളത്തും വരെ സർക്കാരിൻ്റെ ആ നിലപാടുകൾ നമ്മൾ കണ്ടതുമാണ്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം. കാടിൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഇത് അവസാനത്തേതായിരിക്കട്ടെ. ഇനിയൊരു മിണ്ടാപ്രാണിക്കും ഈ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. മിണ്ടാപ്രാണികൾക്ക് വേണ്ടി മനുഷ്യത്വം ശേഷിക്കുന്നവരിൽ നിന്നും ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കട്ടെ. സ്വന്തം മക്കളെപ്പോലെയും കൂടപ്പുറപ്പുകളെപ്പോലെയും കണ്ട് പൊന്നുപോലെ നോക്കുന്ന നാട്ടാനകളുടെ എഴുന്നള്ളിപ്പ് കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന ചില കപട മൃഗസ്നേഹികളെയും ചില കപട മൃഗസ്നേഹം അഭിനയിക്കുന്ന സംഘടനകളെയും തിരിച്ചറിയാൻ കൂടി ഈ ഒരു വിഷയം വഴിത്തിരിവാകട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം.